എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 182-ാമത്തെ മന്ത്രമാണ് പറയാൻ വേണ്ടി പോകുന്നത്. സദസസ്പതിമദ്ഭുതം പ്രിയമിന്ദ്രസ്യ കാമ്യം സനിം മേധാമയാസിഷം. ഇതാണ് മന്ത്രം. അന്വയം: അദ്ഭുതം ഇന്ദ്രസ്യ പ്രിയം കാമ്യം സനിം സദസസ്പതിം മേധാ അയാസിഷം. കാമ്യം കമനീയം ഭംഗിയുള്ളതായ, സനീം ധനം ദാനം ചെയ്യുന്ന ദാതാവ്, സദസസ്പതി സദസസ്പതി എന്ന ദേവൻ, മേധാം ജ്ഞാനലാഭത്തിനായിക്കൊണ്ട്, സരസ്വതീ ദേവിയാൽ പരമവിദ്യാലാഭത്തിനായിക്കൊണ്ട്, അയാസിഷം പ്രാപിച്ചിരിക്കുന്നു, അദ്ഭുതം ആശ്ചര്യം. ഇന്ദ്രസ്യ പ്രിയം സോമരസ സമർപ്പണത്താൽ ഇന്ദ്രന്റെ സൗഹൃദം സ്നേഹബന്ധം എന്നർത്ഥം. അർത്ഥം: ആശ്ചര്യകരമായ സിദ്ധിവിശേഷമുള്ളവനും ഇന്ദ്രന്റെ സൗഹൃദം ഇന്ദ്രസ്യ പ്രിയം എന്നിവിടെ പറഞ്ഞത് ഇന്ദ്രന്റെ സൗഹൃദത്തെ ആഗ്രഹിക്കുന്നതായിട്ടാണ്, പ്രിയപ്പെട്ടതായിട്ടുള്ള സൗഹൃദമായിട്ട് കണക്കാക്കുന്നതാണ്. ആശ്ചര്യകരമായ സിദ്ധിവിശേഷമുള്ളവനും സോമപാനത്താൽ ഇന്ദ്രന്റെ പ്രിയസഖിത്വം നേടിയവനും കമനീയ രൂപനും ഐശ്വര്യം ദാനം ചെയ്യുന്നവനും ധനധാന്യ സമ്പത്ത് അനുഗ്രാഹകപൂർവം നൽകി ദാരിദ്ര്യത്തെ നീക്കാൻ സഹായിക്കുന്നവനും ജ്ഞാനധനം നൽകി മോക്ഷത്തിലേക്ക് നയിക്കുന്നവനുമായിട്ടുള്ള സദസത്പതി എന്ന ദേവനെ ഞാൻ ഉപാസനയിലൂടെ ദർശിച്ചിരിക്കുന്നു. അഥവാ സദസത്പതി എന്ന ദേവന്റെ അനുഗ്രഹത്തെ ഞാൻ നേടിയിരിക്കുന്നു. കർമ്മമാണ് ജ്ഞാനത്തിന് ആധാരം. വിഭക്തി, ഭക്തി, കർമ്മം, ജ്ഞാനം, മോക്ഷം, ഇതാണ് പരമപുരുഷാർത്ഥം എന്നറിയപ്പെടുന്നത്. സരസ്വതീ ദേവിയുടെ ഉപാസനയാൽ പരവിദ്യാലാഭവും ലഭിക്കുന്നു. നമുക്ക് രണ്ടു തരത്തിലുള്ള വിദ്യയുണ്ട്, പരവിദ്യയും അവിദ്യയും. പരവിദ്യ എന്ന് പറയുന്നത് മഹാജ്ഞാനം നേടിക്കൊണ്ടുള്ള മോക്ഷമാർഗം അറിയുന്നതിനെയാണ് പരവിദ്യ എന്ന് പറയുന്നത്. അപരവിദ്യ എന്ന് പറയുന്നത് വേദശാസ്ത്ര പുരാണങ്ങൾ പഠിക്കുക. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം. പരവിദ്യയാൽ സരസ്വതീ ദേവിയുടെ അനുഗ്രഹം നേടാം. അതുപോലെ തന്നെ സദസത്പതി എന്ന ദേവന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ധനധാന്യവും അതുപോലെ തന്നെ മോക്ഷലാഭവും അതുപോലെ തന്നെ ബാക്കി എല്ലാ വിധത്തിലുള്ള സൽഗുണങ്ങളും ലഭിക്കുന്നു എന്നതാണ് സത്സത്പതി എന്ന ദേവന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത്. അതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം എവിടെ അവസാനിക്കുന്നു? വീണ്ടും കാണാം. നമസ്കാരം.